കലാവതി, 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 ഇവിടെ മനുഷ്യന്മാരാരും ഇല്ലേ? കലാവതി, ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം തന്ന് എന്റെ കയ്യിലെ 33 ലക്ഷം രൂപ അടിച്ചു മാറ്റിയതിന് ഇപ്പൊ എനിക്കൊരു പരിഹാരം കിട്ടണം. ഏത് സ്വർണത്തിന്റെ കാര്യം അംബിക പറയുന്നേ? ഓ, അപ്പൊ നമ്മൾ തമ്മിൽ നടന്ന ഇടപാടുകളൊക്കെ നീ മറന്നോ? നമ്മൾ തമ്മില് ഒരിടപാടും നടന്നിട്ടില്ലല്ലോ. നീ പറഞ്ഞത് വിശ്വസിച്ച് ദിവ്യപ്രഭയുടെ അമ്മയ്ക്ക് നീ തന്ന സ്വർണമാണ് ഞാൻ വിറ്റത്. അതിന്റെ ഇടനിലക്കാരിയായി നിന്ന് 3 ലക്ഷം രൂപ അടിച്ചു മാറ്റാൻ മോഹിച്ചു പോയി എന്ന തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നിനക്കെന്തോ മാനസിക രോഗമാ. വെറുതെ സ്വപ്നം കണ്ട കാര്യമാണോ നീ പറയുന്നേ? അല്ല, ഞാനും നീയും തമ്മില് എപ്പോഴാ ഈ ഇടപാട് നടന്നേ? എടി, നീ എന്തൊക്കെ പറഞ്ഞാലും 33 ലക്ഷം രൂപ എനിക്ക് ഇപ്പൊ കിട്ടണം. ഇവിടെ നിന്ന് അധികം അഭ്യാസം കാണിച്ചാ ഞാൻ പോലീസിനെ വിളിക്കും. എന്റെ ജീവിതം തകർത്ത നിന്നെ ഞാൻ കൊല്ലോടി. ചേച്ചി വിടാനല്ലേ പറഞ്ഞത്? എന്തായി കാണിക്കുന്നത്? വിടാനെന്ന് പറഞ്ഞില്ലേ? അങ്ങോട്ട് വിടാൻ പറഞ്ഞില്ലേ? വിടാനല്ലേ പറഞ്ഞത്? വിടാനാ പറഞ്ഞത്? നിങ്ങളുടെ പറഞ്ഞു വിടാൻ. നീ എന്റെ ചേച്ചിയെ കൊല്ലുവല്ലേടി? നിന്നെ ഞാൻ കൊല്ലൂടി. നീ എന്റെ ചേച്ചി എടുത്തു. ചന്ദ്ര, നീ ഇവളോട് പറഞ്ഞ എന്റെ കാശ് വാങ്ങിച്ചതാ. എല്ലാവരും ഉപ്പ് തിന്നവരാ. അങ്ങനെയുള്ളവരെ കാലം തന്നെ വെള്ളം കുടിപ്പിക്കും. വേറൊന്നും എനിക്ക് പറയാനില്ല. എന്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ ബഹളം വെക്കാനൊന്നും പറ്റില്ല. ഇറങ്ങിപ്പോടി. എന്നെ ചതിച്ചതിന് നിന്നോട് ദൈവം ചോദിക്കും. പിന്നെ ദൈവത്തിന് അതല്ലേ ജോലി. ഇറങ്ങിപ്പോടി. നീ നോക്കിക്കോ. ഓടിയോളൂ. പഞ്ചരത്നത്തിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആയി? അത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.